ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊപ്പം പുണ്യവർളം സൈനുദ്ദീൻ. ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ പരിപാടിയുമായിട്ട് നമ്മൾ പുതിയ എപ്പിസോഡ് എന്ന് പറയുന്നത് ഈ ബെഞ്ച് മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് കൂടുതൽ റിട്ടേൺ നൽകിയിട്ടുള്ള, അതായത് കൂടുതൽ റിട്ടേൺ നൽകിയിട്ടുള്ള കമ്പനികൾ എന്ന് പറയുമ്പോൾ അതിൽ സ്പെസിഫൈഡ് കാറ്റഗറിയാണ് അത്. അതായത് കൂടുതൽ ആസ്തിയുള്ള, കൂടുതൽ അസറ്റുള്ള കമ്പനികൾ, മ്യൂച്വൽ ഫണ്ടുകൾ. ഇപ്പോൾ ചില കമ്പനികൾക്കൊക്കെ കൂടുതൽ അസറ്റ് ഉണ്ടാവും. അതായത് ഈ HDFC മിഡ് ക്യാപ്പ്, പരാഗ് പരീഗ്, ഫ്ലക്സി ക്യാപ്പ്, ഇവർക്കൊക്കെ കൂടിയ തോതിലുള്ള ആസ്തിയുണ്ട്, അസറ്റുണ്ട്. അപ്പോൾ അത്തരം കൂടുതൽ ആസ്തി ഉണ്ടാകുമ്പോഴാണ് ഫണ്ട് മാനേജർമാർക്ക് കൂടുതൽ ഫണ്ടുകൾ വാങ്ങാനും അതിലൂടെ ബിസിനസ് നടത്താനൊക്കെ കഴിയുന്നത്. പക്ഷെ ആളുകൾ ഇങ്ങനെ കൂടുതൽ പണിടുമ്പോഴാണ് ഇത് കൂടുതൽ ഇവരെ ഫണ്ടുകൾ ഉണ്ടാകുന്നത് നമുക്കറിയാം. അപ്പോൾ ആളുകൾക്ക് ഇത് നല്ല റിട്ടേൺ കിട്ടുന്ന, നല്ല പെർഫോമൻസ് നോക്കിയിട്ടാണ് ഇടുന്നത്. പക്ഷെ ഇത്തരം ഫണ്ടുകൾ വാസ്തവത്തിൽ ഈ കൂടുതൽ റിട്ടേൺ കൊടുക്കുന്നുണ്ടോ? മറ്റ് ഫണ്ടുകൾ പലതും കൊടുക്കുന്ന പോലെ തന്നെ റിട്ടേൺ കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഫണ്ടിലെ ആസ്തി കൂടിയുകൊണ്ട് റിട്ടേൺ കൂടുതൽ കിട്ടുമോ എന്നുള്ള ഒരു എത്തിനോട്ടം, ഒരു നോട്ടം അതിനെക്കുറിച്ചുള്ള അതിലേക്കൊന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് ബെഞ്ച് മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഈ ബെഞ്ച് മാർക്കിനേക്കാൾ കൂടുതൽ ഉയർന്ന തോതിൽ അതിൻ്റെ ആ ഒരു ലൈനിൻ്റെ ഉയർന്ന തോതിൽ മുന്നോട്ട് പോകുന്ന പ്രവർത്തന ഫലങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കമ്പനികളെയാണ് നമ്മൾ ഉയർന്ന റിട്ടേൺ കൊടുക്കുന്ന കമ്പനികൾ എന്ന് പറഞ്ഞത്. അത്തരം കമ്പനികൾ, ഏകദേശം ഒരു 25 കമ്പനികളെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് വിദഗ്ധന്മാർ ഇതിനെക്കുറിച്ചുള്ള പഠനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് അതിലൂടെ സംഭവിക്കുന്നത്, അവർ കൂടുതൽ റിട്ടേൺ കൊടുക്കുമ്പോൾ അത്തരം ഫണ്ടുകളുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ പറഞ്ഞിട്ട് ഇത് സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്ക് കമ്പനികളിൽ നിക്ഷേപിക്കാനൊക്കെ ഉള്ള നിർദ്ദേശങ്ങളോ അല്ല. പക്ഷേ മറിച്ച് നമ്മളുടെ കുറേ കാലത്തെ 10-20 വർഷത്തെ ഇതിനെക്കുറിച്ചുള്ള റിസർച്ച്, നേരത്തെ പറയാറുള്ള പോലെ ICICI, ഡയറക്റ്റ്, സീറോദ, DBFS, ഇങ്ങനെ കുറേ കമ്പനികളിലെ ഈ ഫണ്ടുകളിലൊക്കെ ഉള്ള അതിൻ്റെയൊക്കെ നിരീക്ഷണങ്ങളുടെയും റിസർച്ചിലൂടെയൊക്കെ ഉള്ളതാണ്. പിന്നെ നമുക്ക് കുറേ സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. NSEയുടെ ഈ നേരത്തെ പറയാറുള്ള പോലെ തന്നെ 4-5 സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ചാർട്ട് അനലൈസിങ്, അതുപോലെ തന്നെ ടെക്നിക്കൽ അനലൈസിങ്, ഇങ്ങനെയുള്ള കുറേ അതിൻ്റെ ബേസിലാണ് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ഫണ്ട് മാനേജർമാരോടോ അതല്ലെങ്കിൽ ഇതിൻ്റെ വിദഗ്ധന്മാരോടോ ഡിസ്കസ് ചെയ്തിട്ട്, ബ്രോക്കേഴ്സോ എന്നോടോ ഡിസ്കസ് ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് അനലൈസ് നോക്കാം. ഓരോ വിഭാഗത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ വ്യത്യസ്തമായ ആദായമാണ് നിക്ഷേപനം നൽകുക. കാരണം ഓരോ സെക്ടറിലുള്ള ഫണ്ടുകളും വ്യത്യസ്തമായ ആദായമാണ് നൽകുന്നത്. മാനദണ്ഡമാക്കുന്ന അടിസ്ഥാന സൂചിക എന്ന് പറയുമ്പോൾ ബെഞ്ച് മാർക്ക് തന്നെ, ബെഞ്ച് മാർക്ക് ഇൻഡെക്സ്. ഈ ഇൻഡെക്സിനേക്കാൾ കൂടുതൽ നൽകുന്നവരെ കഴിയുന്നതിനാണ് നമ്മൾ കൂടുതൽ റിട്ടേൺ നോക്കി നിക്ഷേപിക്കാനൊക്കെ ആൾക്കാർ താല്പര്യം എടുക്കുക. അതാണ് വളർച്ചയുള്ള കമ്പനികളെന്ന് പറയുന്നത്. അതുപ്രകാരം നിക്ഷേപത്തിയ ഫണ്ടുകളുടെ റിട്ടേൺ നമുക്ക് പരിശോധിക്കാം. 2023 ഡിസംബറിൽ അവസാനിച്ച 5 വർഷത്തെ കാലയളവിലെ ആ ഒരു പഠനമാണ് ഇതിൽ, റിസർച്ചാണ് ഇതിനെ പരിഗണിച്ചിട്ടുള്ളത്. ഉയർന്ന സൂചിക നൽകിയിട്ടുള്ള 25 ഫണ്ടുകളിൽ 13 അടിസ്ഥാനമാക്കി അടിസ്ഥാന സൂചികകൾ നേട നൽകിയിട്ടുണ്ട്. പരാഗ് പരീഗ് ഫ്ലക്സി ക്യാപ്പ്, അത് നിങ്ങൾക്ക് അറിയാം, അത് മൾട്ടി അസറ്റ് പോലെ ചെയ്യുന്ന ഒരു ഫ്ലക്സി ക്യാപ്പ് കമ്പനിയാണ്. വിദേശ നിക്ഷേപം കൂടി ഉണ്ട് അവർക്ക്. അതുപോലെ ആമസോൺ, അതുപോലെ തന്നെ ഈ മൈക്രോസോഫ്റ്റ്, ഇങ്ങനെ പലതിലും, ടെസ്ല, അതിലൊക്കെ അവർക്ക് ഫണ്ട് ഹൗസ് വഴി നിക്ഷേപിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ നല്ല റിട്ടേൺ കൊടുക്കുന്ന കമ്പനിയാണ്. ഇപ്പോൾ വിദേശങ്ങളിൽ നിക്ഷേപിക്കാൻ ഫണ്ടുകൾക്ക് ഇന്ത്യൻ ഫണ്ടുകൾക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എങ്കിലും അതിന് നിക്ഷേപിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റേതായ റിട്ടേൺ ഉണ്ട്. വിദേശ കമ്പനികളുടെ നിക്ഷേപം ഇതും കൂടി അവർ പരാഗ് പരീഗ് നിക്ഷേപിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നിക്ഷേപിക്കുന്നതാണ് ഈ മോത്തിലാൽ ഓസ്വാളിൻ്റെ ETF ഉണ്ട്. അതും വിദേശ നസ്താക്കിൻ്റെ ബേസ് ചെയ്ത്, നസ്താക്ക് 100 ബേസ് ചെയ്തിട്ട് അത് ETF ആണ്, മ്യൂച്വൽ ഫണ്ടല്ല. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഈ റിട്ടേണിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ പരാഗ് പരീഗ് നമുക്ക്, അതുപോലെ തന്നെ ഈ SBI കോൺട്ര, നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ഈ ഫണ്ടുകളെ കുറിച്ച് നമുക്ക് അതിൻ്റെ അടിസ്ഥാന സൂചികകൾ 5% കൂടുതൽ ആദായം ഫണ്ടുകൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരം ഫണ്ടുകൾക്ക് 21,450 കോടി രൂപ ആസ്തി കൈകാര്യം ചെയ്യുന്നതാണ് SBI കോൺട്ര ഫണ്ട് എന്ന് പറഞ്ഞത്. 21,450 കോടി രൂപയാണ് അവരുടെ അസറ്റ്, ഈ SBI കോൺട്ര.
5 വർഷ കാലയളവിൽ ഇവർ നൽകിയിട്ടുള്ളതാണെങ്കിൽ 7% റിട്ടേൺ നൽകാൻ ഈ SBI കോൺട്രാക്ട് കഴിഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന സൂചികയിലെ മുന്നേറ്റം 17%. അതേസമയം ഫണ്ട് നൽകിയ റിട്ടേൺ CAGR 25% ആണ്. നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ്പ് ഫണ്ട് 6%, പരാഗ് പരീഗ് ഫ്ലക്സി ക്യാപ്പ് 5% അധിക ആദായം നൽകിയിട്ടുണ്ട്. ICICI പ്രൂഡൻഷ്യൽ വാല്യൂ ഡിസ്കവറി ഇത് നല്ലൊരു ഫണ്ടാണ്. കാരണം എന്താ വെച്ചാൽ ഈ വാല്യൂ ഡിസ്കവറി ഫണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് പോവാം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ആ റിട്ടേൺ കൊടുക്കുന്ന ആ ഒരു രീതി അല്ല അവർ നോക്കുന്നത്. അത് നോക്കുന്ന ഈ വാല്യൂ ഡിസ്കവറി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ PE അതിൻ്റെ പെർ ഏണിംഗ് റേഷ്യോ, അതുപോലെ EPS, ഈ കമ്പനിയുടെ ഇത്തരം വളർച്ചാനുപാതങ്ങൾ നോക്കിയിട്ട് അത് വളർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനി ആയിരിക്കും. പക്ഷേ ആ കമ്പനി അടുത്ത 2-3 വർഷത്തേക്ക് വളരാൻ എത്ര കണ്ട് സാധ്യതയുണ്ട്, അതിൻ്റെ ബുക്ക് വാല്യൂ എങ്ങനെയാണ്, ബുക്ക് വാല്യൂ അതിൻ്റെ മൊത്തത്തിൽ പ്രൈസ് ഏണിംഗ് റേഷ്യോൻ്റെ അനുപാതമൊക്കെ ആയിട്ട്, അതായത് ഉദാഹരണത്തിന് 800 രൂപ വരെയുള്ളൊരു കമ്പനിയാണ്. ഈ കമ്പനിക്ക് അതിൻ്റെ ബുക്ക് വാല്യൂ 70-60 ആണെങ്കിൽ അത് ആ കമ്പനി അത്ര പോരാന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബുക്ക് വാല്യൂ ഒരു 200-ൻ്റെ മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ റേഷ്യോയിൽ വ്യത്യാസമാണ്. ഇത്തരം അതിനാണ് ഫണ്ടിന് അങ്ങനെ പേരിടുന്നത്, മറ്റേ വാല്യൂ ഡിസ്കവറി. അപ്പോൾ വാല്യൂ കണ്ടെത്തണം, ഈ കമ്പനിക്ക് വാല്യൂ ഉണ്ടോ, ഈ കമ്പനി ഫ്യൂച്ചറിൽ എത്ര കണ്ട് വളർച്ച ഉണ്ടാകും, അത്തരം ഒരു റിസർച്ച് നടത്തിയിട്ട് ഏറെക്കുറെ മൾട്ടി അസറ്റ് പോലെയാണ് അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കമ്പനിയാണ്. അപ്പോൾ അത് നല്ല ഒരു കമ്പനിയാണ്. ഫ്യൂച്ചറിലേക്ക് സാധ്യതയുള്ള ചില കമ്പനികളുണ്ട്. അതുപോലെ വാല്യൂ ഡിസ്കവറി പോലുള്ള കമ്പനികൾ കൂടുതൽ സാധ്യതയുള്ള കമ്പനികളാണ്. അത് പെട്ടെന്ന് അതിൽ ഒന്നിച്ചുള്ള വളർച്ച ചിലപ്പോൾ ഉണ്ടാവില്ല, ഫ്ലക്സി ക്യാപ്പ് പോലുള്ള വളർച്ച ഉണ്ടാവില്ല, പക്ഷേ സ്റ്റെബിലിറ്റി ഉണ്ടാവും. അതിനകത്ത് വല്ലാതെ കമ്പനി താഴോട്ട് പോവില്ല. അതേ സമയത്ത് കുറേശ്ശെ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അത് അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഉള്ള നിക്ഷേപത്തിന് പറ്റും. അപ്പോൾ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ ICICI പ്രൂഡൻഷ്യൽ ഡിസ്കവറി കൊടുത്തിട്ടുള്ള 3.46%. ബെഞ്ച് മാർക്കിനേക്കാൾ വലിയ കൂടിയ ഇതൊന്നും അവർ കൊടുത്തിട്ടില്ല. നേരത്തെ പറഞ്ഞല്ലോ, അത് ഒരു ആവറേജ് പോകുന്ന ഫണ്ടാണ്. പക്ഷെ അതിൻ്റെ ഈ സസ്റ്റൈനബിലിറ്റി, അതിൻ്റെ ദീർഘകാലത്തേക്കുള്ള അതിൻ്റെ വളർച്ചാ സാധ്യതയൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഉണ്ട്. നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് അത് റിലയൻസിൻ്റെ ആണ്. നേരത്തെ അത് വിദേശ കമ്പനിയായിരുന്നു ഈ ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അവരുടെ 1.6% കൊടുത്തിട്ടുള്ളത്. ഈ ബെഞ്ച് മാർക്കിനേക്കാൾ അത്രയാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ HDFC ഫ്ലെക്സി ക്യാപ്പ് 1.59 കൊടുത്തിട്ടുള്ളത് ബെഞ്ച് മാർക്കിനേക്കാൾ. പക്ഷേ ബെഞ്ച് മാർക്കിനേക്കാൾ ഇത്രയും % കൊടുത്തതെന്ന് വെച്ചിട്ട് അത് നിക്ഷേപന കൊടുത്തില്ല എന്നല്ല. ബെഞ്ച് മാർക്ക് 17 കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ബെഞ്ച് മാർക്ക് 17 കൊടുത്തു കഴിഞ്ഞാൽ ഈ 1.59 വന്നു കഴിഞ്ഞാൽ അപ്പോൾ 18 സംതിങ് ആയില്ലേ. അപ്പോൾ റിട്ടേൺ നല്ല റിട്ടേണാണ്. അപ്പോൾ നമ്മൾ ഇത് താരതമ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ബെഞ്ച് മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ രീതിയിലുള്ള ഒരു ഇത് കാണിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവില്ല. മിറ ആസറ്റ് എന്ന് പറഞ്ഞിട്ട് കമ്പനിയുണ്ട്. മിറ ആസറ്റ് കമ്പനി ELS ടാക്സ് സേവറാണ്. അത് നിങ്ങൾക്കൊക്കെ അറിയാം. 1 നല്ല റിട്ടേൺ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. വിദേശ ഫണ്ടാണത്. ഫണ്ട് മാനേജർമാരാണ് അത് നടത്തുന്നത്. 1.53 ആണ് അതിൻ്റെ. ICICI പ്രൂഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ആണെങ്കിൽ 1.11 ആണ്. SBI സ്മോൾ ക്യാപ്പ് ഫണ്ട് 1.05. അതേസമയത്ത് മിറ ആസറ്റ് ലാർജ് ക്യാപ്പ് ഫണ്ട് 0.52 ആണ് കൊടുത്തിട്ടുള്ളൂ. HDFC ടോപ്പ് 100 ഫണ്ട് അത് 2.3 കൊടുത്തിട്ടുള്ളൂ. HDFC ടോപ്പ് 100 എന്ന് പറയുന്നത് നല്ല ഒരു പെർഫോമൻസ് ഉള്ള കമ്പനിയാണ്. പക്ഷേ അത് ഈ ഒരു ലെവലിലാണ് പോയിട്ടുള്ളത്. ബെഞ്ച് മാർക്കിനെക്കാട്ടും വലിയ കൂടുതലായിട്ട് പോയിട്ടില്ല. അതേസമയത്ത് HDFC സ്മോൾ ക്യാപ്പ് കമ്പനി 1% കൊടുത്തിട്ടുള്ളത്. എന്നിങ്ങനെ ഇതൊക്കെയാണ് ആദായം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ രീതി. അതേസമയത്ത് ഏറ്റവും കൂടുതൽ ആസ്തി കൈകാര്യം ചെയ്യുന്ന ഒരു ഫണ്ടാണ് ഈ HDFC മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ്. HDFC മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് അവരുടെ ഫണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ 56,000 കോടിയാണ്. അത് വലിയ തോതിലുള്ളൊരു ഫണ്ട് ഈ HDFC മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് അവർക്ക് കൂടുതൽ വാങ്ങാനും വിൽക്കാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ അതിൽ കൊടുക്കുന്നത്. അപ്പോൾ ആദായം ചില കാലങ്ങളിൽ ഇത്തിരി കൂടി നിൽക്കും, ചില കാലങ്ങളിൽ ഇത്തിരി കുറഞ്ഞ് നിൽക്കും. അങ്ങനെയാണ്. അപ്പോൾ സൂചികയേക്കാൾ അവർ കൂടുതൽ കൊടുത്തിട്ടുള്ളത് റിട്ടേൺ എന്ന് പറയുമ്പോൾ 0.39 മാത്രമാണ് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്.
അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് വെറും 0.3 ആവില്ല. അപ്പോൾ അത് ബെഞ്ച് മാർക്ക് എത്രയും നോക്കിയിട്ട് അതിൻ്റെ മുകളിലത് കൂട്ടണം. അപ്പോഴാണ് അത് നമുക്കത് മനസ്സിലാകാൻ പറ്റുക. വിവിധ കാറ്റഗറികളിൽ ഉയർന്ന ആദായം നൽകിയ ഫണ്ടുകൾ അടിസ്ഥാനമാക്കിയല്ല ഈ വിഷയങ്ങളും നടത്തുന്നത്. നമ്മൾ സൂചിപ്പിച്ചല്ലോ, നിക്ഷേപ ശ്രദ്ധ ആകർഷിച്ച കൂടുതൽ പണം സമാഹരിച്ച ഫണ്ടുകൾ നൽകിയ റിട്ടേണാണ് ഇവിടെ പരിഗണിച്ചിട്ടുള്ളത്. പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിൻ്റെ കാര്യം ഉദാഹരണമായിട്ട് നോക്കാം. 52,000 കോടി രൂപ കൈകാര്യം ചെയ്യുന്ന ഈ ഫണ്ട് 5 വർഷ കാലയളവിൽ, അതായത് 2024 ജനുവരി 11 റിട്ടേൺ പ്രകാരം നൽകിയ ആദായം 22.81%. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പരാഗ് പരീഖിന് വിദേശ ഇതും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് മൾട്ടി അസറ്റും മൾട്ടി അസറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഗോൾഡ് ഉണ്ടാവാം, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നില്ല, കമ്മോഡിറ്റീസ് ഉണ്ടാവാം, ഇങ്ങനെ പല മെറ്റൽസ് ഉണ്ടാവും, പലതും അവർ ചെയ്യുന്നുണ്ടാവും. പിന്നെ റിയൽ എസ്റ്റേറ്റ് ഉണ്ടാവും. അങ്ങനെയാണ് മൾട്ടി അസറ്റ് ആയിട്ട്. അത് കാലാകാലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലത് മാറ്റും, ചിലത് ഒഴിവാക്കാം, ചിലത് കൂടുതലായിട്ട് എടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അതിനുള്ള സ്വാതന്ത്ര്യം മൾട്ടി ക്യാപ്പ് ഫണ്ടുകൾക്കുണ്ട്. അപ്പോൾ 52 അത് നേടിയിട്ടുള്ളത് 15 ഇവിടെ പരിഗണിച്ചിട്ടുള്ളത്. പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിൻ്റെ കാര്യത്തിൽ 52,000 കോടി കൈകാര്യം ചെയ്യുന്ന ഫണ്ടാണ്. അവർ 22.81% അതിൻ്റെ റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. അതേസമയത്ത് ഈ കാറ്റഗറിയിൽ തന്നെ മറ്റൊരു ഫണ്ടായിട്ടുള്ള മറ്റൊരു ഫണ്ട് ക്വാണ്ട് ഫ്ലെക്സി ക്യാപ്പാണ്. ക്വാണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് അറിയാം. ക്വാണ്ട് ഫ്ലെക്സി ക്യാപ്പ് 27.6% അവരുടെ റിട്ടേൺ വന്നിട്ടുള്ളത്. ഫ്ലെക്സി ക്യാപ്പുകളുടെ അടിസ്ഥാന സൂചികയായ നിഫ്റ്റി 500 TRIയുടെ 5 വർഷത്തെ റിട്ടേൺ 17.71%. ഈ കാറ്റഗറിയിൽ 8 ഫണ്ടുകൾ അടിസ്ഥാനമാക്കി ഉയർന്ന ആദായം നൽകിയിട്ടുണ്ട്. ഈ ഫണ്ടുകൾ കാറ്റഗറിയിൽ 8 ഫണ്ടുകൾ അടിസ്ഥാന സൂചികയാൽ ഉയർന്ന ആദായം നൽകിയിട്ടുണ്ട്. ഉയർന്ന ആദായം നൽകിയതായി കാണുമ്പോഴാണ് നിക്ഷേപർ കൂട്ടത്തോടെ ഫണ്ടുകളിൽ നിക്ഷേപത്തിനായി എത്തുന്നത്. അപ്പോൾ ആ ഫണ്ടുകളിൽ നിക്ഷേപം കുമിഞ്ഞുകൂടുകയും ചെയ്യും. എല്ലാ കാലത്തും ഈ ഫണ്ടുകൾ മികച്ച ആദായം നൽകിക്കൊള്ളണമെന്നില്ല എന്നതാണ് അതിൻ്റെ മറ്റൊരു വസ്തുത. റിസ്ക് എടുക്കാനുള്ള കഴിവും നിക്ഷേപ കാലയളവും സാമ്പത്തിക ലക്ഷ്യങ്ങളും ഒക്കെയാണ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കാൻ മാനദണ്ഡമാക്കേണ്ടത്. അതായത് ഇപ്പോൾ ഇത്തിരി ഏജ് കൂടിയ ഒരാളാണ്, 50 മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ അവർ പോയിട്ട് ഈ റിസ്ക് ഉള്ള ഫണ്ടുകൾ, ഇപ്പോൾ ഈ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് പോലുള്ള ഫണ്ടുകൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. മറിച്ച് ചെറുപ്പക്കാരാണ് 30-45 വയസ്സിലൊക്കെ അവർ നിക്ഷേപം തുടങ്ങുകയാണെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ട്രേഡൊക്കെ തുടങ്ങുകയാണെന്നുള്ളത് വെച്ചെങ്കിൽ അവർക്ക് കൂടുതൽ റിസ്ക് ഉള്ള ഫണ്ടുകൾ എടുക്കാം. ഉദാഹരണം സ്മോൾ ക്യാപ്പ് കമ്പനി വരെ അവർക്ക് വാങ്ങിക്കാം, അതിൻ്റെ സ്റ്റോക്ക് വരെ അവർക്ക് വാങ്ങിക്കാം. സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഒക്കെ വാങ്ങിക്കാം. വലിയ ഫ്ലക്ച്വേഷൻ ഉണ്ടാകും. കാരണം അവർക്ക് കാത്തിരിക്കാൻ സമയമുണ്ട്. 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ നല്ല നഷ്ടത്തിലാവുകയും പിന്നീട് അത് വലിയ ലാഭത്തിലേക്ക് പോവുകയും ചെയ്യും. ആ സമയത്ത് മറ്റു ചില കമ്പനികൾ, ഇപ്പോൾ ലാർജ് ക്യാപ്പ് കമ്പനിയാണെങ്കിൽ വലിയ നഷ്ടത്തിലേക്ക് വരില്ല, വലിയ ലാഭത്തിലേക്കും പോകില്ല. അത് ഓൾറെഡി ലാഭത്തിൽ എത്തിക്കിടക്കുന്ന കമ്പനി ആയിരിക്കും. അപ്പോൾ വലിയ റിട്ടേൺ അതിൽ നിന്ന് കിട്ടില്ല, ചെറിയ റിട്ടേൺ ഉണ്ടാവുള്ളൂ. അപ്പോൾ റിസ്ക് എടുക്കുമ്പോഴാണ് കൂടുതൽ റിട്ടേൺ ഉണ്ടാവുക. റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏജും കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ തന്നെ എന്തിനാണ് നമ്മൾ ഈ ഫണ്ടുകൾ വാങ്ങിക്കുന്നത്? ഉദാഹരണത്തിന് ഈ ഫണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാവാം, അല്ലെങ്കിൽ വീട് വയ്ക്കാനാവാം, കാറ് വാങ്ങിക്കാനാവാം, ഇങ്ങനെ കുറേ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാലയളവ് നോക്കണം. ഈ കാലയളവ് നോക്കിയിട്ട് അതിന് പറ്റിയ രീതിയിലുള്ള ഫണ്ടുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഷോർട്ട് ടൈം തിരഞ്ഞെടുക്കേണ്ട ഫണ്ടുകളുണ്ട്, ലോങ് ടൈം തിരഞ്ഞെടുക്കേണ്ട ഫണ്ടുകൾ. ലോങ് ടൈം തിരഞ്ഞെടുക്കുമ്പോൾ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ട് അതിൽ ഈ സാധ്യത കൂടിയ ഫണ്ടുകൾ, ഇത്തിരി റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഫണ്ടുകളാകുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ലാഭം കൂടുതലായിട്ട്, റിട്ടേൺ കൂടുതലായിട്ട് വരുന്നുണ്ടാവുക. ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഇതിൽ കുറച്ച് ഏതെങ്കിലും കമ്പനികൾ ഏതൊക്കെയാണ് അതിൻ്റെ റിട്ടേൺ കൊടുത്തതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് നോക്കാം. ഈ ബെഞ്ച് മാർക്കിനേക്കാൾ കൂടുതൽ റിട്ടേൺ കൊടുത്തുള്ള ചില കമ്പനികൾ, ഈ ഫണ്ട് കൂടുതലുള്ള കമ്പനികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പരാഗ് പരീഖ് നമ്മൾ പറഞ്ഞല്ലോ, അത് 22.8% അവർ. അതേസമയത്ത് 5 കൊല്ലത്തെ റിട്ടേൺ. അതേസമയത്ത് ബെഞ്ച് മാർക്ക് 17.48% ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കണേ ICICI പ്രൂഡൻഷ്യൽ ബ്ലൂ ചിപ്പ് കൊണ്ട് നോക്കുകയാണെങ്കിൽ 16.99% കൊടുത്തിട്ടുള്ളത്. അത് ബെഞ്ച് മാർക്ക് 15.88%. അപ്പോൾ ഇത്തരം ഫണ്ടുകളൊക്കെ ബെഞ്ച് മാർക്കിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മളിതിൽ നിന്ന് ഈ വിദഗ്ധന്മാർ പഠനം നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. നമ്മളുടെയൊക്കെ നിരീക്ഷണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാവുന്നത്. പിന്നെ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ്പ് ഫണ്ട് ആണെങ്കിൽ 38.38% കൊടുത്തിട്ടുണ്ട്. അത് 22.71% മാത്രമാണ് ബെഞ്ച് മാർക്കിൻ്റെ 5 വർഷത്തെ റിട്ടേൺ. 43,819 കോടി രൂപയാണ് ഇവരുടെ കയ്യിലുള്ള അസറ്റ്.
അത്രയും ഫണ്ട് ഇവരെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സ്മോൾ ക്യാപ്പ് ഫണ്ട് എന്ന് പറയുമ്പോൾ. പക്ഷേ അതിനേക്കാൾ കൂടുതലാണ് ഈ പരാഗ്, പരീഗ്, ഫ്ലെക്സി ക്യാപ്പ്, ICICI പ്രൂഡൻഷ്യൽ ബ്ലൂ ചിപ്പിൻ്റെ അടുത്തും 47,926 ഉണ്ട്. അതേ സമയത്ത് പിന്നെ എടുത്ത് പറയുന്ന കുറേ കമ്പനികൾ നമ്മൾ ICICI പ്രൂഡൻഷ്യൽ ഡിസ്കവറി ഫണ്ട് നമ്മൾ പറഞ്ഞു, അതും ബെഞ്ച് മാർക്കിനേക്കാൾ കൂടുതലാണ്. 20 ഉണ്ട്. ബെഞ്ച് മാർക്ക് 17.48 അതേ കാറ്റഗറിയിലുള്ളത്. ആ സമയത്ത് 37,570 കോടി ഫണ്ട് അവരുടെ കയ്യിൽ. നമ്മൾ നേരത്തെ സൂചിപ്പിക്കാറുണ്ടല്ലോ, ഒരു ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുന്ന 1,000 കോടിയിലെങ്കിലും കൂടുതൽ അവരുടെ കയ്യിൽ വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക്. എങ്കിലും മാത്രം അത്യാവശ്യം അവർക്ക് സുഖമായി ക്യാഷ് ഫ്ലോ ഉണ്ടാവുള്ളൂ, അങ്ങോട്ടുകൊണ്ട് വിൽക്കാനും വാങ്ങിക്കാനും. അതേസമയത്ത് ഈ കൂടുതൽ ഫണ്ട് ഉണ്ടാകുമ്പോൾ കൂടുതൽ നമുക്ക് ആളുകൾ അതിൽ വിശ്വാസം ഉറപ്പിക്കുന്നുണ്ട്. കാരണം അവർക്ക് കൂടുതൽ സമയങ്ങളിൽ വിൽക്കാനും വാങ്ങാനും കഴിയുന്നുണ്ട്. പിന്നെ നമുക്ക് എടുത്ത് പറയാവുന്ന ഏതെങ്കിലും 1-2 ഫണ്ടുകളും കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ HDFC ടോപ്പ് 100 ഉണ്ട്. HDFC ടോപ്പ് 100ഉം ബെഞ്ച് മാർക്കിന് കൂടുതലാണ്. 16.1 അവരുടെ 5 വർഷത്തെ CAGR പ്രകാരമുള്ള കണക്ക് റിട്ടേൺ. അതേസമയത്ത് 15.88% ബെഞ്ച് മാർക്ക്. അവരുടെ അസറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിലുള്ളത് HDFC 100 ടോപ്പ് 100 30,266 കോടിയാണ്. ഇത്രയൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ട് മാനേജർമാരോടൊക്കെ ചോദിച്ചറിഞ്ഞ് നിങ്ങൾക്കിതിൽ എന്ത് ചെയ്യാം, കൂടുതൽ ഇതിനെപ്പറ്റി പഠനങ്ങൾ നടത്താം. കൂടുതൽ നിക്ഷേപിക്കുമ്പോൾ അതിൽ കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും നമ്മൾ സാമ്പത്തിക സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് എല്ലാ വീഡിയോകളിലും പറയാറുണ്ട്. മലയാളികൾക്കിടയിൽ നിക്ഷേപശീലം വളരെ കുറവാണ്, സമ്പാദ്യശീലം വളരെ കുറവാണ്. പ്രത്യേകിച്ചും ഗൾഫിലൊക്കെ പ്രവാസികൾ, മറ്റു രാജ്യങ്ങളിലാണെങ്കിലും പ്രവാസികൾക്കിടയിൽ സമ്പാദ്യശീലം വളരെ കുറവാണ്. അപ്പോൾ ഒരു സാക്ഷരത യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ കുറച്ച് ആൾക്കാർ ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനോട് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാ വീഡിയോസെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ രീതിയിൽ എല്ലാവരും സഹകരിക്കണം. സൈനിങ് ഓഫ്.